ഹലോ എവരിവൺ, ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് റെസിപ്പി ആയാലോ? തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കപ്പിലേക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചിലയിടങ്ങളിൽ പഞ്ഞിപ്പുല്ലെന്ന് പറയും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ റാഗിയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, അയൺ, ഫൈബർ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് റാഗിപ്പൊടിയിൽ. ഇനി ഈ റാഗി കലക്കിയെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ചിട്ട് റാഗി ഒന്ന് കുറുക്കിയെടുക്കണേ. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അധികം മധുരം ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം ഡേറ്റ്സ് കുതിർത്തത് ചേർത്താലും മതി മധുരത്തിന്. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് തണുത്ത് കിട്ടണം. നിങ്ങൾക്കിത് കുറുക്കിയിട്ട് കുറച്ചേറെ കുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി. ജ്യൂസ് തയ്യാറാക്കേണ്ട സമയത്ത് എടുത്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതൊരു മിക്സി ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു ക്യാരറ്റ് ക്ലീൻ ചെയ്തിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക ചേർക്കാം. ഇനി ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ് കുതിർത്തത് ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി ക്യാരറ്റ് സ്മൂത്തി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തു അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല